നമസ്കാരം. നിങ്ങൾ പ്യാരിജാതനല്ലേ? ആ പാർട്ടിക്കാരുടെ തല്ലുണ്ട് ചത്തതെന്ന് പറയുന്ന പ്യാരിജാതൻ? ചത്തുന്ന് പറയണല്ല സാറേ, അവന്മാരെന്നെ തല്ലിക്കൊന്നു. എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. നമ്മുടെ പാർട്ടിയുടെ പോസ്റ്റർ ആരാണ്ടും കീറി. അതൊന്ന് ചോദിക്കാൻ പറഞ്ഞു വിട്ടാണ് എന്നെ നേതാവ്. ഞാൻ അവിടെ ചെന്നിട്ട് ആരാടാ പോസ്റ്റർ കീറിയെന്നൊക്കെ പറഞ്ഞ് 2-3 ബഹളമൊക്കെ ഉണ്ടാക്കി. കുറേ ആളിങ്ങാട് ഓടി കൂടിയിട്ട് എനിക്കൊരു ഒറ്റ കുത്ത് കൂമ്പിനിട്ട് അയ്യോ ഒന്ന് കേട്ട് പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഇവിടെയാണ്. കേസ് ഇപ്പൊ CBIക്ക് വിട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞു സാറേ. പക്ഷേ ഇവിടുന്ന് വിടൂല്ലല്ലോ എന്നെ. ചത്തുപോയില്ലേ. ഞാൻ സുമേഷ് കുമാർ കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഉണക്കത്തേങ്ങ വന്ന് എൻ്റെ നെറുകന്തലയിൽ വീണു. അതോടുകൂടി ഫേസ്ബുക്കിലൊക്കെ ചാറ്റ് ചെയ്ത് ആരാനോടും വരാൻ പറഞ്ഞു, കാമുകീനോടെ. അവര് വന്നില്ല. വന്നത് ഉണക്കത്തേങ്ങയാണ്. തീർന്നു. എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. സാർ ഉദ്ദേശിച്ച യുവകവി ഉണ്ണി ചെറുത്തൂരാൻ. അത് തന്നെ. നമ്മുടെ പല പാർട്ടി സമ്മേളനങ്ങൾക്കും കവിതകൾ പാടിയിട്ടുണ്ട്. സാറിന് സാറിന്റെ പാർട്ടിക്കും വേണ്ടി ഒരുപാട് പോഴത്തി പാടിയിട്ടുണ്ട്. അവസാനം അക്കാഡമി ചെയർമാൻ സ്ഥാനം വരെ എനിക്ക് തരാവുന്നതാണ്. പക്ഷെ ചതിച്ചു സാറേ. കഞ്ചാവ് നല്ല മരുന്നാണ് സാറേ. സാറേ, കഞ്ചാവ് അടിക്കുമ്പോ ഒന്ന് ദുബായ് പോണം തോന്നി. കടലിലേക്ക് എടുത്തിയാടി നീന്തി എത്തിയില്ല. ഞാന് ചോദിക്കുന്നോട്ടൊന്നും തോന്നരുത്. സത്യത്തില് നമ്മളിത് എവിടെയാണ്? ഇത് പരലോകത്തിന്റെ ബ്രാഞ്ച് ഓഫീസല്ലേ. ഈ ഓഫീസിലാണ് കേരളത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. മലയാളികളുടെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഓഫീസാണിത്. നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ചത്തറിന്റെ ഉറപ്പാണ്. ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല. സത്യസാറ് മരിച്ചുകൊണ്ടാണല്ലോ നമ്മളെ കാണാൻ പറ്റുന്നത്. ഞാൻ മരിച്ചിട്ടില്ലാന്ന്. മരിച്ചെന്ന്. അപ്പൊ ഞാൻ മരിച്ചോ? സാറ് മരിക്കാതെ ഇങ്ങോട്ട് ഓടി വരാൻ സാറിന്റെ പാർട്ടി ഓഫീസായിട്ടാണ്. അയ്യോ, അപ്പൊ എന്റെ ഭാര്യയും കുട്ടികളും? അവര് നാട്ടിലിരുന്ന് കരയുണ്ടാവും. ഒരാഴ്ച കാണും, പിന്നെ നിർത്തിക്കോളും. മോങ്ങണ്ട. സത്യം സാറേ, ഇനി ഇന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടുന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നമുക്ക് നരകത്തിലോട്ട് കയറി ചെല്ലാനൊക്കെ ഉള്ളൂ. പിന്നെ സ്വർഗത്തിലേക്കാ. സ്വർഗത്തിൽ പോവാൻ നമ്മ വല്ല നന്മയും ചെയ്തു വെച്ചിട്ടുണ്ടാ? നരകം തന്നെ, അത് ഉറപ്പാണ്. സത്യസാറേ, എനിക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. എന്റെ ബോഡി കടലിൽ തത്തി കളിക്കുന്നുണ്ടാവും. പല സ്രാവോ മറ്റോ തിന്നോ എന്തോ. പേടിക്കണ്ട, ഞാനിവിടുത്തെ റിസപ്ഷൻ ഇൻചാർജാണ് കേട്ടോ. സാറേ, എന്റെ കാര്യം എന്താ പ്യാരിജാത, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് നടക്കില്ലാന്ന്. വൈഫിന്റെ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് നേതാവ് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ തല്ലുണ്ടാക്കി ചത്തത്. കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷം കാത്തിരുന്നിട്ടുണ്ടായ ഒരു കുഞ്ഞിക്കാലാണ് സാറേ. അത് ആണാണോ പെണ്ണാണോ എന്റെ രൂപമുണ്ടോ ഒന്നും ഒരു നോക്ക് കാണാനാണ് സാറേ. ദൂരെ മാറി നിന്നിട്ട് ഞാൻ കണ്ടിട്ട് പോന്നോളാം. എന്റെ പ്യാരിജാത, അത് ഈ വല്ലവന്റെയും വാക്കും കേട്ട് തല്ലാനും വെട്ടാനും പോകുന്ന എല്ലാവരുടെയും അവസ്ഥ ഇവിടെ എങ്ങനെയാണ്? നടക്കില്ല പ്യാരിജാത. ഒന്ന് കാണട്ടെ സാറേ, ഞാൻ പെട്ടെന്ന് വരാം സാറേ. സാറേ പ്യാരിജാത, ഞാൻ പറഞ്ഞില്ലേ പ്യാരിജാത നടക്കില്ലാന്ന്. ഒരു അവസരം തന്നാൽ ഞാൻ വൃത്തിയായിട്ട് ജീവിച്ചോളാം സാറേ. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞു.